സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. കാഞ്ഞങ്ങാട് നഗരസഭയെ കേരളത്തിലെ മികച്ച നഗരസഭകളിലാക്കി മാറ്റുമെന്ന് വി രമേശൻ. നീലേശ്വരം നഗരസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ അധികാരമേറ്റു. ആഹ്ലാദാരവങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തോയമ്മലിൽ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹത. പോലീസ് അന്വേഷണം തുടങ്ങി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് നയിക്കുന്ന സെക്യുലർ മാർച്ച് ഈ മാസം 17 കയ്യൂരിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. ഓട്ടോറിക്ഷാ തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവം. സംയുക്ത ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് പ്രകടനം നടത്തി. വിഷ്ണുമൂർത്തി ഉറഞ്ഞാടി. പുല്ലൂർ പടിഞ്ഞാറ്റിൽ തറവാട് ഭക്തിയിലലിഞ്ഞു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭയെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭകളിലൊന്നാക്കി മാറ്റുമെന്ന് നിയുക്ത ചെയർമാൻ വി രമേശൻ. അണികളുടെ ആവേശത്തിമർപ്പിൽ നഗരസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. കയ്യടികളും ആർപ്പുവിളികളുടെയും അകമ്പടിയേകിക്കൊണ്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗവും സത്യപ്രതിജ്ഞ ചൊല്ലിയത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം വേലായുധനാണ് വരണാധികാരി ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വേലായുധൻ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭയെ കേരളത്തിലെ മികച്ച നഗരസഭയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് നിയുക്ത മുനിസിപ്പൽ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. കേരളത്തിലെ നഗരസഭകളിൽ കാഞ്ഞങ്ങാട് കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു നഗരസഭയാണ്. ഈ നഗരസഭയെ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നഗരസഭയാക്കി മാറ്റുന്നതിൽ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പഠിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് രൂപം നൽകിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി INL ശ്രമിക്കുമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കൗൺസിലർ എന്ന നിലയിൽ ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വന ചികിത്സക്കായി ചെലവഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യ മാർക്കറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നമുണ്ട്, ഡ്രൈനേജിൻ്റെ പ്രശ്നമുണ്ട്, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായി നടത്താത്ത പ്രശ്നങ്ങളുണ്ട്, കുട്ടികളുടെ പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് ലാപ്സായ പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വ്യക്തിപരമായി പറയാനുള്ളത്, ഒരു കൗൺസിലർ എന്ന നിലയിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ നഗരസഭക്കകത്തെ പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. മത്സ്യ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിനും പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എത്തിയിരുന്നു. നീലേശ്വരം നഗരസഭ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് മുതിർന്ന അംഗം LDF-ലെ AK കുഞ്ഞികൃഷ്ണൻ. ഹരിത നഗരസഭ എന്ന ആശയവുമായി പച്ചക്കറി വിത്ത് നൽകി കൗൺസിലർമാരെ സ്വീകരിച്ചു. ആദ്യ കൗൺസിൽ യോഗവും നടത്തി. അഭിമാനത്തിന്റെയും ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മുഹൂർത്തം. ജനാധിപത്യത്തിന്റെ ശാക്തീകരണ പ്രക്രിയയിൽ നിർണായക ചാലകശക്തികളായി അധികാരത്തിലേക്കും പുതിയ നിയോഗത്തിലേക്കും കടക്കുന്ന വേള. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാവിലെ 10 മണിക്ക് മുതിർന്ന അംഗത്തിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതല ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഭരണസമിതിയുടെ ആദ്യ യോഗവും നടന്നു. ഇനി 19-ാം തീയതി രാവിലെ 11 മണിക്ക് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി ഭരണസമിതി വീണ്ടും സമ്മേളിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പ് 18-ന് രാവിലെ 11 മണിക്കും വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്കും നടക്കും. നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായി 32 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് സഭയിലെ മുതിർന്ന അംഗമായ AK കുഞ്ഞികൃഷ്ണന് റിട്ടേണിംഗ് ഓഫീസർ PP ജയദേവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1-ാം വാർഡ് മുതൽ ക്രമമായാണ് അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത്. നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് കൗൺസിലർമാർക്ക് പൂച്ചെണ്ടും ഹരിത നഗരസഭ എന്ന ആശയത്തിന് പച്ചക്കറി വിത്തുകളും ഉപഹാരമായി നൽകി. ആഹ്ലാദാരവങ്ങൾക്കിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. രാവിലെ 10 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ നടന്നു. ആരവങ്ങളും ആർപ്പുവിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജനമധ്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. പുല്ലൂർ പെരിയയിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന ശാരദ S. നായരെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പഞ്ചായത്ത് പരിസരത്ത് നടന്നു. വരണാധികാരി സദാനന്ദൻ മാസ്റ്റർ ആദ്യം തലമുതിർന്ന അംഗം ശാരദ S. നായർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ശാരദ S. നായർ മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചിലർ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ മറ്റു ചിലർ ദൃഢപ്രതിജ്ഞ എടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ B. വസന്തഷണായി, K. കുഞ്ഞിക്കണ്ണൻ, P. നാരായണി, M. ഹസൈനാർ, CK. അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും പായസ വിതരണവും നടന്നു. മടിക്കൈ പഞ്ചായത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ K. സുന്ദരേശൻ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. 10ാം വാർഡ് അംഗം 59 വയസ്സുള്ള PV രുക്മിണിക്കാണ് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് PV രുക്മിണി മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV കുമാരൻ, ബേബി ബാലകൃഷ്ണൻ, M. രാജൻ, S. പ്രീത, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബംഗളം കുഞ്ഞികൃഷ്ണൻ, ശങ്കരൻ വാഴക്കോട്, K. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PT അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ആദ്യകാല അധ്യാപിക നാരായണി ടീച്ചർ പുതുതായി തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളെ ആശീർവദിക്കാനെത്തിയത് ശ്രദ്ധേയമായി. അജാനൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പഞ്ചായത്ത് പരിസരത്ത് നടന്നു. വരണാധികാരി അനൂപ് മുതിർന്ന അംഗം ഗോപാലന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 22 അംഗങ്ങൾക്ക് ഗോപാലൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ചടങ്ങുകൾ നടന്നത്. പരസ്പരം ആശ്ലേഷിച്ചും സ്നേഹം പങ്കിട്ടുമാണ് ചുമതലയേറ്റ അംഗങ്ങൾ പിരിഞ്ഞത്. പള്ളിക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാംസ്കാരിക നിലയത്തിന് പുറത്തെ തുറന്ന വേദിയിൽ നടന്നു. വരണാധികാരി സജീവ് M. കർത്ത മുതിർന്ന അംഗം 20ാം വാർഡിലെ കുഞ്ഞമ്പുവിന് ആദ്യം സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കുഞ്ഞമ്പു മറ്റ് 21 അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. K. കുഞ്ഞിരാമൻ MLA, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുന്നൂച്ചി കുഞ്ഞിരാമൻ, A. ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ തൊട്ടി സാലി ഹാജി, അനീഫ കുന്നിൽ, M. കുമാരൻ, KV ഭാസ്കരൻ, സുകുമാരൻ പൂച്ചക്കാട്, സത്യൻ പൂച്ചക്കാട്, MA ലത്തീഫ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. തോയമ്മലിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൗവായി ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ജാനകിയമ്മയാണ് മരിച്ചത്. തോയമ്മൽ കൗവായി ക്ഷേത്ര പരിസരത്തെ ജാനകിയമ്മയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിച്ച് താമസിക്കുന്ന ജാനകിയമ്മ തലക്കടിയേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി മുതൽ വീട്ടിൽ തുടർച്ചയായി റേഡിയോ പാടുന്ന ശബ്ദം കേട്ട പരിസരവാസികൾ ചെന്നു നോക്കിയപ്പോഴാണ് ജാനകിയമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഇവിടുത്തെ അയൽവാസികളിൽ നിന്നും പോലീസ്ക്കൊരു വിവരം കിട്ടി. ഒരു അസ്വാഭാവികത കാണാനുണ്ട് എന്നിട്ട് അത് അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടേക്ക് എത്തി. പോലീസ് എത്തിയിട്ട് അന്വേഷിച്ചാൽ ഒരു സ്ത്രീ മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ട്. വേറെ ഒരു എൻട്രി നോർമൽ എൻട്രി തന്നെ ആയിരിക്കണമെന്നിട്ടാണ്. വേറെ ഒരു ഫോഴ്സ്ഡ് എൻട്രി എവിടെയോ കാണത്തില്ല. ഒരു മരിച്ച നിലയിൽ കാണുന്നുണ്ട്. പൂൾ ഓഫ് ബ്ലഡ് ഉണ്ട്, കുറച്ച് രക്തച്ചോരെല്ലാം ഉണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക് എക്സ്പേർട്ടിനെയും ഡോഗ് സ്ക്വാഡിനെയും വിളിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്വസ്റ്റ് നടത്തിയിട്ട് ആക്ച്വലി എവിടെയാണ് പരിക്കുള്ളത്, എവിടെയാണ് മുറിവുള്ളത് പിന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടമിലേക്ക്. പരേതനായ രാമചന്ദ്രന്റെ ഭാര്യയാണ് ജാനകിയമ്മ. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ, DYSP P. ഹരിശ്ചന്ദ്ര നായിക് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. മോഷണ ശ്രമമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് നയിക്കുന്ന സെക്യുലർ മാർച്ച് ഈ മാസം 17-ന് കയ്യൂരിൽ നിന്ന് പ്രയാണം തുടങ്ങും. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന സെക്യുലർ മാർച്ചിന്റെ വിജയത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടന്നുവരുന്നത്. കേരളത്തെ ജാതി രാഷ്ട്രീയത്തിന്റെ കുത്തരങ്ങാക്കാനും അതുവഴി ഭ്രാന്താലയമാക്കാനുമുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുക, സംസ്ഥാനത്തിന്റെ പുരോഗമന സ്വഭാവവും മതനിരപേക്ഷ പൈതൃകവും സംരക്ഷിക്കുക എന്നീ സന്ദേശങ്ങളാണ് ജാഥ പ്രചരിപ്പിക്കുക. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് ക്യാപ്റ്റനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PA മുഹമ്മദ് റിയാസ് മാനേജറുമായ സെക്യുലർ മാർച്ച് 17-ന് കയ്യൂരിൽ നിന്ന് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം കയ്യൂർ ബാങ്ക് ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട നാടായിട്ടുള്ള കേരളത്തിൽ വർഗീയതയുടെ വിഷവിത്ത് പാകി ഉറപ്പിച്ച് കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു വർഗീയ രാഷ്ട്രീയ സംഘടനാ പ്രസ്ഥാനങ്ങൾ. എന്നാൽ കേരളം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതനിരപേക്ഷതയുടെ, മനുഷ്യനന്മയുടെ, മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടായിട്ട് കേരളത്തെ കാത്തുരക്ഷിച്ചു പോരുന്നത് കേരളീയ സമൂഹത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും മതേതര ചിന്താഗതിയും ദേശാഭിമാന ബോധവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാം തന്നെയാണ്. ആ ഒരു മതനിരപേക്ഷതയുടെ തലങ്ങളിലേക്ക് കേരളീയ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മറ്റേത് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്താൻ മുന്നിട്ടിറങ്ങിയത് ഡിവൈഎഫ്ഐ തന്നെയാണ്. ജാതിരഹിതവും മതനിരപേക്ഷവുമായ കേരളീയ സമൂഹം എന്ന കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ജാതിരഹിതവും മതനിരപേക്ഷവുമായിട്ടുള്ള കേരളീയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളാണ് സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജസ്വലതയും പ്രതികരണശേഷിയുള്ള വിഭാഗം എന്ന നിലയ്ക്ക് യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന യുവജന പ്രസ്ഥാനമായിട്ട് ഡിവൈഎഫ്ഐ നാടുകളിലെ സ്വീകരിച്ചു വരും. എല്ലാത്തരം വർഗീയതയെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും എതിർത്ത് തോൽപ്പിക്കാനുമാണ് മാർച്ച് നടത്തുന്നതെന്ന് രാജഗോപാലൻ പറഞ്ഞു. CPM ചെറുപുത്തൂർ ഏരിയ സെക്രട്ടറി KP വത്സലൻ അധ്യക്ഷനായിരുന്നു. K മണികണ്ഠൻ, V പ്രകാശൻ, K സുധാകരൻ, കൈനി കുഞ്ഞിക്കണ്ണൻ, മാധവൻ മണിയറ, K രവീന്ദ്രൻ, K രാജു, M ബാലകൃഷ്ണൻ, T ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നവംബർ 14 ഡയബറ്റിക് ഡേയുടെ ഭാഗമായി ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ റാലി നടത്തി. NSS യൂണിയന്റെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ഡയബറ്റിക് ദിനാചരണത്തിന് മുന്നോടിയായി നടത്തിയ ബോധവൽക്കരണ റാലിക്ക് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, പ്രിൻസിപ്പൽ മധുസൂദനൻ, അധ്യാപകരായ ശ്രീധരൻ, വിനയചന്ദ്രൻ, വന്ദന തുടങ്ങിയവർ നേതൃത്വം നൽകി. ബെല്ല ഈസ്റ്റ് സ്കൂളിൽ നിന്നും പുറപ്പെട്ട റാലി ജില്ലാ ആശുപത്രി പരിസരത്തെത്തി സമാപിച്ചു. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് വെട്ടേറ്റതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചവരെ ഓട്ടോ തൊഴിലാളികൾ ഹർത്താലും ആചരിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവന് സുരക്ഷ വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. BMSC, STU, CITU, AITUC തുടങ്ങിയ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. 14ാമത് സംസ്ഥാന ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് നവംബർ 14, 15 തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് MSCHSS നീർച്ചാൽ ഗ്രൗണ്ടിലാണ് നടക്കുക. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. 14ാമത്തെ കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് 14, 15 തീയതികളിലായി നെൽസരി വെച്ച് നടക്കും. സ്റ്റേറ്റ് കേരള 14 ജില്ലകളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ആൺപെൺകുട്ടികൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായി. നീർച്ചാൽ സ്കൂളിൽ തന്നെയാണ് താമസം. അപ്രീഷിയേഷൻ ചെയ്തതായിട്ട് NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. TK ഇബ്രാഹിംകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 15-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കാസർഗോഡ് DEO E വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സൂര്യനാരായണ ഭട്ട്, സൂര്യനാരായണ നീർച്ചാൽ, KM ബലാൽ, GR ശശികാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാനഗർ ത്രിവേണി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 70ഓളം വിദ്യാർത്ഥികൾ രക്തദാനം ചെയ്തു. മൈത്രി സോഷ്യൽ വർക്ക് കൾച്ചറൽ സെന്റർ, കാസർഗോഡ് ബ്ലഡ് ബാങ്ക്, ത്രിവേണി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ത്രിവേണി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ K സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ശരത് കുമാർ നായക് കുഡ്ലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലഡ് ബാങ്കിന്റെ കോർഡിനേറ്റർ വിനോദ് രക്തദാനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഡോക്ടർ അല്ലാമീൻ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ 700ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പുതിയ വളപ്പ് നിത്യാനന്ദ സ്വാമി ഭജനമഠത്തിൽ പ്രതിഷ്ഠാദിന പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. പുതിയ വളപ്പ് നിത്യാനന്ദ സ്വാമി ഭജനമഠം നാഗപ്രതിഷ്ഠാദിന പൂജ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 100 പാലും തർപ്പണവും സർപ്പബലിയും നടന്നു. തുടർന്ന് അന്നദാനവും നൽകി. പുല്ലൂർ പടിഞ്ഞാറ്റിൽ തറവാട് കളിയാട്ടത്തിന് സമാപനം.
വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. 2 ദിവസങ്ങളിലായി നടന്ന പുല്ലൂർ പടിഞ്ഞാറ്റയിൽ തറവാട്ട് കളിയാട്ടത്തിന് സമാപനം. കാർന്നോൻ തെയ്യം, പൊട്ടൻ തെയ്യം, കണ്ണങ്കോട്ട് ചാമുണ്ടി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. സമാപന ദിവസമായ വ്യാഴാഴ്ച വിഷ്ണുമൂർത്തി അരങ്ങിലെത്തി. ഭക്തരെ പ്രഹ്ലാദ മാനസങ്ങളാക്കിക്കൊണ്ട് ഹിരണ്യവധത്തിന്റെ ഭാവങ്ങൾ അസുരവാദ്യത്തിന്റെ അകമ്പടിയോടെ കളിയാട്ടവേദിയിൽ വിഷ്ണുമൂർത്തിയിൽ ദർശിക്കാനായി. തുടർന്ന് അന്നദാനവും നടന്നു. മാരുതിയുടെ ഏറ്റവും പുതിയ മോഡൽ ബലാനോ കാർ കാഞ്ഞങ്ങാട് പുറത്തിറങ്ങി. കാഞ്ഞങ്ങാട് പ്രമുഖ കാർ വിതരണക്കാരായ യൂണിവേഴ്സൽ കാർസ് ആണ് കാർ പുറത്തിറക്കിയത്. മാരുതിയുടെ ഏറ്റവും പുതിയ മോഡലായ ബലാനോ കാർ കാഞ്ഞങ്ങാട് പുറത്തിറങ്ങി. കാഞ്ഞങ്ങാട്ടെ പ്രമുഖ കാർ വിതരണക്കാരായ യൂണിവേഴ്സൽ കാർസിനു വേണ്ടി പ്രമുഖ വ്യവസായി ഫൈസൽ കോട്ടച്ചേരിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എ യൂസഫ് ഹാജി താക്കോൽ കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. മാനേജിംഗ് ഡയറക്ടർ മുജാഹിർ KS, സുകുമാരൻ പുച്ചക്കാട്, ഹമീദ് മീനാർ തുടങ്ങിയവർ സംബന്ധിച്ചു. റേഷൻ കാർഡിലെ തിരുത്തലുകൾക്ക് ആവശ്യമായ സമയം അനുവദിക്കണമെന്ന് KCSOA ഹോസ്ദുർഗ് വെള്ളരിക്കുണ്ട് താലൂക്ക് സംയുക്ത സമ്മേളനം ആവശ്യപ്പെട്ടു. ഫോട്ടോ എടുപ്പിനും എൻട്രിക്കും മതിയായ സമയം ലഭിക്കാത്തത് അപാകതകൾക്ക് ഇടയാക്കുമെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. താലൂക്ക് പ്രസിഡന്റ് P. മധു അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരസഭ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാഞ്ഞങ്ങാട് നഗരസഭയെ കേരളത്തിലെ മികച്ച നഗരസഭകളിലാക്കി മാറ്റുമെന്ന് VV രമേശ്. നീലേശ്വരം നഗരസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ അധികാരമേറ്റു. ആഹ്ലാദാരവങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തോയമ്മലിൽ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹത. പോലീസ് അന്വേഷണം തുടങ്ങി. DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് നയിക്കുന്ന സെക്യുലർ മാർച്ച് ഈ മാസം 17-ന് കയ്യൂരിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവം. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് പ്രകടനം നടത്തി. വിഷ്ണുമൂർത്തി ഉറഞ്ഞാടി. പുല്ലൂർ പടിഞ്ഞാറ്റിൽ തറവാട് ഭക്തിയിലലിഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.